അദ്വൈതം ഡയറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കരുതിയിരിക്കുന്ന തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ പ്രത്യേക ബ്ലോഗാണ്. അതായത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവരച്ഛനും ഒന്നിച്ച് ഞങ്ങൾ 4 പേരും കൂടെ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു, ഒരു ഔട്ടിംഗ്. അപ്പോൾ ഇവർക്ക് സ്കൂളിലേത്തേക്കുള്ള കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അപ്പോൾ ഇവരുടെ സ്കൂൾ തുറന്നിട്ടില്ല, 5-ാം തീയതിയാണ് ഇവരുടെ സ്കൂൾ റീ ഓപ്പണിങ്. അപ്പോൾ അത് പ്രമാണിച്ച് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് വാങ്ങി കുറച്ചൊന്ന് ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്ത് ആണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിലോട്ട് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനലിൽ ന്യൂ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. അദ്വൈതം ഡയറീസ് എന്ന് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ വന്നോളൂ, കാഴ്ച കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങളിതായി പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങ് പോയിട്ട് കാണാം എല്ലാവർക്കും. ഓക്കെ. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതായത് രണ്ടുപേരുടെയും ആദിക്കുട്ടൻ്റെയും സിദ്ധുക്കുട്ടൻ്റെയും വെക്കേഷനായിട്ട് ഞങ്ങൾക്ക് ഒരിടവും പോകാൻ പറ്റിയില്ല. അത് ഇത്തിരി തിരക്കിലൊക്കെ ആയിപ്പോയി ഹസ്ബൻഡിന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരോ പല കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഇച്ചിരി തിരക്കൊക്കെ ആയാലും അവരെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ സിദ്ധുക്കുട്ടനും ആദിക്കുട്ടനും എപ്പോഴും പരിഭവം പറച്ചിലാണ് വെക്കേഷനായിട്ട് ഞങ്ങൾ ഒരിടവും കൊണ്ടുപോയിട്ടില്ല എന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കരുതി, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര പോകാമെന്ന് കരുതി. കാരണം ഞങ്ങൾ സിദ്ധുവിനും ആദിക്കും സ്കൂൾ തുറക്കുന്ന പ്രമാണിച്ച് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ അത് ഇന്ന് വാങ്ങാൻ നാളെ വാങ്ങാമെന്ന് കരുതിയിരുന്നു. അത് നടന്നുമില്ല. അപ്പോൾ ഇനി 2 ദിവസം കൂടെ ഉള്ളു സ്കൂൾ തുറക്കാൻ. ഇവരുടെ സ്കൂള് ജൂൺ 5-ാം തീയതിയാണ് ഇവർക്ക് സ്കൂൾ ഓപ്പണിങ്. ബാക്കി എല്ലാ പല സ്കൂളുകളും 3-ാം തീയതിയാണ് ഓപ്പണിങ്. അപ്പോൾ ഇവർക്ക് 5-ാം തീയതിയാണ്. അപ്പോൾ ഞങ്ങൾ കരുതി സ്കൂളിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ പർച്ചേസ് ചെയ്യാം ഈ ട്രിപ്പിനോടൊപ്പം എന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് 2 പേർക്കും സ്വന്തമായി അവരെ കൂടെ കൊണ്ടുപോയി അവർക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് അവർക്കും ഭയങ്കര ത്രില്ല്. അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു യാത്രയിലാണ്. എവിടെയാണെന്ന് പ്ലാനൊന്നും ചെയ്തിട്ടില്ല, വലിയ യാത്രയൊന്നും അല്ല ഫ്രണ്ട്സ്, ചെറിയൊരു യാത്രയാണ്. അപ്പോൾ കൂടുതലായും സിറ്റിയിലോട്ട് പോകുമ്പോൾ ട്രാവൻകൂർ മാൾ അല്ലെങ്കിൽ ലുലു മാൾ, ഇത് രണ്ടുമാണ് ആദിക്കുട്ടനും സിദ്ധിക്കുട്ടനും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഏത് മാളിലേക്കാണെന്ന് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. പിന്നെ 1-2 വേറെ കാര്യങ്ങൾ കൂടെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്താണ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം അതൊക്കെ ചെയ്ത് തീർക്കാമെന്ന് കരുതി ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ 2 പേരും രാവിലെ മുതലേ ഭയങ്കര ത്രില്ലിലായിരുന്നു. പിന്നെ സ്കൂൾ തുറക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അത് വേറെയാണ്. അപ്പോൾ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ അവർക്ക് സ്കൂൾ തുറക്കാനെന്നുള്ള ആ ഒരു സന്തോഷത്തിലും കൂടെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് ഹെയർ സ്പാ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോവുകയാണ്. കണമൂല ഹെയർ സലൂണിലാണ് ഞാൻ എല്ലാ മാസവും ഹെയർ സ്പാ ചെയ്യാറുണ്ട്. മുടി ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഹെയർ സ്പാ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ആദ്യക്കുട്ടനും സിദ്ധുക്കുട്ടനും പെട്ടെന്നൊരു ടെൻഷനില്ല. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞങ്ങളോടൊപ്പം വന്നിട്ടുള്ളപ്പോൾ ഇവിടെ 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ ബിൽഡിങ്ങാണ് ഹെയർ സലൂൺ. അപ്പോൾ അതുകൊണ്ട് അത്ര തിരക്കുണ്ട്, പക്ഷേ അവിടെ ഒത്തിരി ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അവർക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട സ്ഥലവും നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ള നല്ല സ്ഥലമായതുകൊണ്ട് വന്നപ്പോൾ അവർക്ക് നല്ല വൈബാണ് അവിടെ. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരവിടെ വെയിറ്റ് ചെയ്ത് 3 മണിക്കൂർ എടുത്തു. ഓരോ സെക്ഷനായിട്ട് കഴിയുന്തോറും അവർ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിടും. ഇത് സ്പാ ചെയ്യുന്ന അകത്തുള്ള വൈബാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഇപ്പോൾ 1 മാസത്തിനകം ആയതേ ഉള്ളൂ പുതിയ ബിൽഡിങ്ങിലായിട്ട് അവർ ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അകത്തൊക്കെ നല്ല വൈബായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊന്ന് പകർത്തിയാലോന്ന് കരുതി ഞാൻ ജസ്റ്റ് ഒന്ന് പകർത്തി. ഇങ്ങനെയൊന്നും ഒത്തിരി ആൾക്കാരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസൊന്നും പിടിക്കേണ്ടെന്ന് കരുതി ജസ്റ്റ് അവിടുത്തെ വൈബ് മാത്രം ഒന്ന് എടുത്തതേ ഉള്ളൂ, ഇഷ്ടപ്പെട്ടത് കൊണ്ട്. അങ്ങനെ അതൊക്കെ പകർത്തി. ഇതിനകത്തൊന്നും വേറെ പുറത്തൊന്നും ജെൻസിനെ ഒന്നും കയറ്റത്തില്ല, ലേഡീസ് ഒള്ളി. സ്പാ ചെയ്യാൻ ഒരു സെക്ഷൻ, ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു സെക്ഷൻ, അങ്ങനെയാണ് അവിടെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് എത്താറായിട്ടുണ്ട്. അപ്പോൾ അവർ 2 പേരും സെലക്ട് ചെയ്തത് ട്രാവൻകൂർ മാളാണ്. അവർക്ക് ലുലു മാളിനേക്കാളും ട്രാവൻകൂർ മാളാണ് കൂടുതൽ ഇഷ്ടം. കാരണം ലുലു മാളിൽ ഒത്തിരി നടക്കേണ്ടതുണ്ട്, ട്രാവൻകൂർ മാളിലാകുമ്പോൾ അവർക്ക് നടക്കേണ്ടതില്ല. അപ്പോൾ അവർ 2 പേരും കൂടെ ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ട്രാവൻകൂർ മാളിൽ പോയാൽ മതിയെന്ന്. അപ്പോൾ ഞങ്ങൾ ട്രാവൻകൂർ മാളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ
സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട് പർച്ചേസിങ് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ രണ്ടുപേരും കൂടെ ഇവിടെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് കാർ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കാർ പാർക്കിംഗ് സ്റ്റേഷൻ, അവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കാർ പാർക്കിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങളിപ്പോൾ എൻട്രിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു രണ്ടു പേർക്കും ഭയങ്കര ത്രില്ലാണ് അവിടെ കയറിപ്പോയപ്പോൾ. അപ്പോൾ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്തായാലും ഇപ്പോൾ 2 മണിയായി. അപ്പോൾ ഞങ്ങൾ 4 പേര് നല്ല വിശന്നിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അടുത്ത് ഫുഡ് അടിക്കാമെന്ന് കരുതി ഞങ്ങൾ ഫുഡ് കോർണറിലേക്കാണ് ഫസ്റ്റ് പോയത്. ഭക്ഷണം കഴിച്ചിട്ട് പർച്ചേസിംഗ് ഒക്കെ നടത്താമെന്ന് പറഞ്ഞു. ആദ്യക്കുട്ടൻ ഫ്രൈഡ് റൈസാണ് സെലക്ട് ചെയ്തത്, സിത്തുക്കുട്ടൻ നൂഡിൽസും സെലക്ട് ചെയ്തു. അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും അത് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർക്ക് നല്ല ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. സിത്തുക്കുട്ടൻ എല്ലാം കഴിച്ചിട്ടൊന്നുമില്ല, അവനതിൻ്റെ പകുതിയെ കഴിച്ചുള്ളൂ. അപ്പോൾ വേസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. അവൻ വേസ്റ്റ് ചെയ്തു, കഴിച്ചിട്ടില്ല എല്ലാം. അപ്പോൾ അവൻ കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ പൊട്ടറ്റോയിലും ഉണ്ടാക്കിയൊരു സാധനമാണ്, അതിനെന്തോ പേര് പറയും, ഞാനത് മറന്നുപോയി. എന്തായാലും അതവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവർ സന്തോഷത്തോടെ കുറച്ച് നേരം ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു. അവർ രണ്ടുപേരും എൻജോയ് ചെയ്തു. അപ്പോൾ അവിടുത്തെ എന്തായാലും അടുത്ത് പർച്ചേസിങ് സെക്ഷനിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഒത്തിരി സമയം ഞങ്ങൾ 3-4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ചുറ്റിക്കറങ്ങി രണ്ടുപേരെയും കൊണ്ട് പോയി. എന്നാലും അവിടെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കാണാനൊന്നുമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവരുന്നതായതുകൊണ്ട് രണ്ടുപേർക്കും കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഒരു ദിവസം ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടന്നു. അപ്പോൾ അടുത്ത് ഞങ്ങൾക്ക് പർച്ചേസിങ് സ്കൂളിലത്തേക്ക് സാധനങ്ങൾ, ബാഗ് ഇതൊക്കെ വാങ്ങാമെന്ന് കരുതി ഞങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ രാമചന്ദ്രയിലെന്നാണ് സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത്. അവിടെ എല്ലാ സാധനവും അവിടെ തന്നെ ഉണ്ട്. ബുക്ക്, ബാഗ്, സ്കൂൾ ഐറ്റംസ് എല്ലാ സാധനവും അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും രാമചന്ദ്രയുടെ അകത്തോട്ട് കയറിപ്പോയി അവിടെ നിന്ന് രണ്ടുപേർക്കും കൂടെ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ രണ്ടുപേരും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോട്ട്ബുക്കൊക്കെ നോക്കിയപ്പോൾ അതിൽ ഒരു ബുക്കും ഇല്ല. മാത്സിൻ്റെ ബുക്ക് മാത്രമേ കൂടുതലുള്ളൂ. എല്ലാം ലാസ്റ്റ് സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാം തീർന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ബുക്കുകളെല്ലാം കൂടുതലും മാത്സിൻ്റെ ബുക്കുകളാണ്, ആരും എടുക്കാതിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ബുക്ക് വാങ്ങാൻ നമുക്ക് പറ്റിയില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓരോന്നായിട്ട് അവർ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഏകദേശം സാധനങ്ങളും വാങ്ങി. രണ്ടുപേരുടെ ഇഷ്ടത്തിന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ.
ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഇത് തിരിച്ചു പോകാൻ പോവുകയാണ്. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലുള്ള എല്ലാ സാധനങ്ങളും രണ്ടുപേർക്കും വാങ്ങിയിട്ടുണ്ട്. നാളെ രണ്ടുപേരും സ്കൂളിലേക്ക് പോകാൻ പോവുകയാണ്, അതായത് ബുധനാഴ്ച. എല്ലാവരും സാധനമൊക്കെ വാങ്ങിയോ? സിദ്ധു എല്ലാം വാങ്ങിയല്ലോ, ബാഗ് ബുക്ക് എല്ലാം വാങ്ങി, ആദ്യക്കുട്ടം എല്ലാം വാങ്ങിയല്ലോ. ഇഷ്ടപ്പെട്ടോ എല്ലാം? ഓക്കെ, എല്ലാം വാങ്ങിയിട്ടുണ്ട് രണ്ടുപേർക്ക്. പക്ഷേ എല്ലാം ഞങ്ങൾക്ക് നല്ലതായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, കുറച്ചൊക്കെ പിടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനലിൽ ന്യൂ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്യൂ. ഓക്കെ, ബൈ ബൈ. What you gon' do for it? How you gon' move for it? What you gon' be? And do you believe you can do anything?